ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജ്യോതി. അപ്പോൾ ഇത് നമ്മുടെ ഒരു നൈറ്റി ബിറ്റാണ്. അപ്പോൾ തംബ്ലൈനിൽ കണ്ട പോലെ നല്ലൊരു അടിപൊളി ഫ്രോക്ക് നൈറ്റിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളൊരു ഫ്രോക്ക് നൈറ്റി വാങ്ങണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 300-350 രൂപ കൊടുക്കണം. സാധാ അല്ലാണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുള്ള ഒരു ഫ്രോക്ക് നൈറ്റി ആണെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്കൊരു നൈറ്റി ബിറ്റ് വാങ്ങിച്ച് അതിൽ നമുക്ക് തയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് അറിയാത്തവർക്കായാലും തയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എക്സൽ സൈസിലെ ഫ്രോക്ക് നൈറ്റിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 മടക്കായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. എങ്ങും ഒരു ചുളുക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മളുടെ മെറ്റീരിയൽ നമ്മൾ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മടക്കി വെച്ചേക്കുന്ന ഭാഗത്തുനിന്നാണ് നമ്മൾ അടയാളപ്പെടുത്തി വരുന്നത്. തുറന്ന ഭാഗത്തോട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട ഭാഗം. അടയാളപ്പെടുത്തേണ്ട ഭാഗം മടങ്ങിയിരിക്കുന്ന ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ആദ്യം ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. 6 ഇഞ്ചാണ് ഷോൾഡർ. അതേ അളവിൽ തന്നെയാണ് ആം ഹോളിൻ്റെ ലെങ്ത്തും നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബസ്റ്റ് സൈസ് 38/4 നമ്മൾ എടുക്കുന്നത്. 9.5 കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 9.5 തന്നെ എടുക്കുന്നില്ല, 10 എടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് 10 ആണ് എടുക്കുന്നത്. പിന്നെ നമ്മളുടെ തയ്യൽ തുമ്പ് 11 കൂടി 1 ഇഞ്ചും കൂടി കൊടുത്ത് 11 എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കൈക്കുഴി ഒരു 1.5 ഇഞ്ചാണ് കൈക്കുഴി അടയാളപ്പെടുത്തുന്നത്. ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ടൊരു റേഷ്യോ ഉണ്ട്. നമുക്കിങ്ങനെ ചെസ്റ്റ് അളവ് മാത്രം അറിയാമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനൊരു റേഷ്യോ ഉണ്ട്. അതൊക്കെ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഷേപ്പ് ലെങ്ത്ത് 14 എടുത്തു. ഷേപ്പിൻ്റെ വണ്ണം 9 എടുത്തു കേട്ടോ. 9 ആണോ 10 ആണോ എടുത്തിട്ടുണ്ട്. ഇവിടെ 10 ആകുമ്പോൾ ഷേപ്പിൻ്റെ വണ്ണം 9 മതി കേട്ടോ. ഞാനിപ്പോൾ നേരെ ആ തയ്യൽ തുമ്പങ്ങ് തയ്ക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, 11ൻ്റെ ഭാഗം നേരെ 10ലോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തങ്ങ് പോകുമ്പോൾ കുഴപ്പമില്ല, ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് 9ൽ കിട്ടിക്കോളൂ കേട്ടോ. തയ്യലറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ അടയാളപ്പെടുത്തേക്കുന്നതിന് 1 ഇഞ്ചും കൂടി ഇത്തിരി നീട്ടത്തിൽ ഇത്തിരി അങ്ങ് മാറ്റിയിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 41 അല്ലെങ്കിൽ 42 എടുക്കാം. നമ്മളുടെ പൊക്കനുസരിച്ചാണ്, നമുക്ക് എത്ര ലെങ്ത്തിൽ വേണം എന്നനുസരിച്ചാണ് നമ്മളിത് കട്ട് ചെയ്യുന്നതല്ലോ. പിന്നെ അവിടെ നിന്ന് ആ ഒരു നൈറ്റിയുടെ ആ ഒരു ഷേപ്പിൽ നമുക്കങ്ങ് അടയാളപ്പെടുത്തിയിട്ട് അതിന് പുറമെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണിങ് വരുന്ന രീതിയിലാണ് നമ്മൾ നൈറ്റി തയ്ക്കാൻ പോകുന്നത്. കാരണം കൺസീവായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇനി വരുന്ന ഡ്രസ്സുകളെല്ലാം സിബ് വെച്ചതും ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതല്ലാത്തവർക്ക് ആ രീതി ചെയ്യണ്ട. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 42 ലെങ്ത്തിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും കൂടി കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് തുണികളും കൂടി ഉണ്ടാകും. നമുക്ക് ഫ്രോക്കിന് ഫ്രില്ലിട്ട് കൊടുക്കണമല്ലോ. എൻ്റെ ഒരു നൈറ്റിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലധികം ഫ്രില്ല് വരാത്ത രീതിയിൽ ചെറിയ ഒരു ഫ്രില്ലാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ അതിനുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള തുണികളൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള പീസുകളാണ്. ഞാൻ സ്ലീവ് എടുക്കുന്നില്ല, സ്ലീവ്ലെസ് ആയിട്ട് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കഴുത്ത് വെട്ടാം. കഴുത്ത് 3 ഇഞ്ചും ഇറക്കം 5 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് റൗണ്ടാണ് എടുക്കുന്നത് കേട്ടോ. കഴുത്തിൽ നമ്മൾ ചെറിയ വേറൊരു പണിയും കൂടി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് റൗണ്ട് എടുക്കാം. ഇനി വേറൊരു കാര്യം, ചിലവർ ബാക്ക് വേറെ അളവ്, ബാക്കിന് എത്രയും ഇറക്കം ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ 4 എടുത്തിട്ട് ആദ്യം ബാക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അതിന് ശേഷമാണ് ഫ്രണ്ട് കട്ട് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പക്ഷെ ഞാൻ ഫ്രണ്ടും ബാക്കും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്ത് അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ നമ്മളുടെ ഡ്രസ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ക്രോസ് പീസൊക്കെ വേണം. അപ്പോൾ മറ്റുള്ള എങ്ങൊന്നും എടുക്കുന്നില്ല. നമ്മളുടെ ഷോൾഡർ ആം ഹോൾ വെട്ടിയ ഭാഗത്തുനിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ക്രോസ് പീസ് എടുക്കുമ്പോൾ ഇതുപോലെ വേണം എടുക്കാൻ. ചില സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ക്രോസ് പീസ് എടുക്കുക, കഴുത്തിന് ചിലപ്പോൾ നേരെ ഉള്ള തുണികൾ ഇങ്ങനെ നേരെ വരുന്ന ഭാഗത്തുനിന്ന് എടുത്താൽ അങ്ങനെ നീളത്തില്ല. ഈ ക്രോസ് പീസ് ആകുമ്പോൾ നമ്മളൊന്ന് വലിക്കുമ്പോൾ ഒന്നിങ്ങനെ വലിയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പീസ് എടുക്കുന്നത് കേട്ടോ.
അപ്പം നമുക്ക് ക്രോസ് പീസും കട്ട് ചെയ്ത് മാറ്റാം. ക്രോസ് പീസ് നമ്മുടെ കഴുത്തിൻ്റെ അവിടെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പീസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രോസ് പീസായി. ഇനി നമുക്ക് എത്ര ലെങ്ത്ത് സിബ്ബല്ല ബട്ടൺ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 6 ഇഞ്ചിൽ ഇറക്കത്തിൽ ബട്ടൺ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് അടയാളപ്പെടുത്താം. 6 ഇഞ്ചിൻ്റെ അളവിൽ തന്നെ 6 ഇഞ്ച് 7 ഇഞ്ച് ലെങ്ത്തിൽ നമുക്കൊരു പീസ്, ഒരു സ്ക്വയർ പോലത്തെ ഒരു ബോക്സ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പുറം മുകളിലും താഴത്തുമൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 7.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 7 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. 7 ഇഞ്ച് എടുത്തു. ഇനി നമുക്കത് എത്ര വിഡ്ത്ത് വേണം എന്ന് നോക്കിയിട്ട് നമുക്കത് മുറിച്ച് മാറ്റാം. അത് നമ്മൾ സെൻറ്ററിൽ നിന്ന് നമ്മളുടെ നൈറ്റിയുടെ സെൻറ്ററിൽ നിന്ന് നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമുക്ക് ഓരോ ഇഞ്ച് 1/2 ഇഞ്ച് വീതം വെച്ച് മതി. അങ്ങനെ മൊത്തത്തിൽ 1 ഇഞ്ച് ആണ് അളവ്. ഞാനിപ്പോൾ 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ബാലൻസ് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തുണി നമ്മൾ മടക്കി വെച്ചിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ മൊത്തത്തിൽ 4 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ക്രോസ് പീസും പിന്നെ ആ ഒരു ബോക്സും സ്ക്വയറായിട്ട് എടുത്തിരിക്കുന്നതും വേണം നമുക്ക്. ബാക്കിയൊക്കെ അങ്ങ് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അതൊക്കെ കട്ട് പീസായിട്ട് നമുക്ക് വേസ്റ്റിലിടാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അതിന് മുമ്പ് വേറൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ക്ലോത്ത് വാങ്ങിച്ചപ്പോൾ ഇതിനെത്തിരി ഡെക്കറേഷൻ വർക്കിന് വേണ്ടിയിട്ടൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ പഴയ ഒരു ചുരിദാറിൽ നിന്ന് കുറച്ച് വെള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളുടേതാ കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ ഇനി നമ്മൾ അടയാളപ്പെടുത്തി വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചോക്ക് വെള്ള ചോക്കായതുകൊണ്ട് വെള്ള തുണിയിൽ തന്നെ വരയ്ക്കുമ്പോൾ അറിയാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് സ്കെച്ച് എടുത്ത് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ അതേ ഭാഗം അടയാളപ്പെടുത്തിയിട്ട് 3 ഇഞ്ചിൽ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഒരു റൗണ്ട് പോലെ ഒരു കോളർ പോലെ നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. തേച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി ഒന്ന് തേച്ചെടുക്കാം, അല്ലെങ്കിൽ പണി കിട്ടും ചിലപ്പോൾ. എനിക്ക് തേച്ചൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ തേച്ചെടുത്തിട്ട് ഈ സംഭവം 2 എണ്ണം ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ തയ്ച്ചു കേട്ടോ. 4 പീസായിട്ട് മടക്കി വെച്ചിരുന്നതായിരുന്നേ, അത് മറക്കല്ലേ. അപ്പോൾ ഇങ്ങനെ സൈഡ് തയ്ച്ചെടുത്തിട്ട് ഈ സൈഡിലിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം, തയ്യൽ തുമ്പിലൊന്നും മുട്ടാതെ കേട്ടോ. നമ്മൾ തലോണി ഉറയൊക്കെ തയ്ക്കുന്ന പോലെ ഇല്ലേ, എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കോളറിൻ്റെ ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് കണ്ടോ. മറ്റേതും അതുപോലെ തന്നെ ചെയ്തിട്ട് നമ്മുടെ കഴുത്തിന് വന്ന വർക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ പണികളൊന്നുമില്ല. ക്രിസ്മസിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ റെഡും വൈറ്റും മതി എന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ നേരെ നല്ല പീസിൽ തന്നെ വെച്ചിട്ട് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഒരു ഓപ്പണിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. അതല്ലാത്തവർക്ക് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് അങ്ങ് തയ്ച്ച് പോകാം കേട്ടോ. നേരെ ആ ഒരു നല്ല പീസിൽ വെച്ചിട്ട് നേരെ അങ്ങ് തയ്ച്ച് പോവാം. നടുക്ക് ഒരു ചെറിയ ഓപ്പണിങ് കൊടുക്കണതുകൊണ്ട് കുറച്ച് പണിയും കൂടി ഉണ്ട്, ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് തുണി വെച്ചിട്ട് സൈഡിൽ നല്ല ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് തയ്ച്ചങ്ങ് കൊടുക്കാം കേട്ടോ. തുണി എപ്പോഴും അടിയിലൊക്കെ മടങ്ങിയിരിക്കുന്നുണ്ടോയെന്നോ എല്ലാം കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തയ്ക്കാനിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരിക്കലും കഴുത്തിൻ്റെ ഭാഗം തയ്ക്കുമ്പോൾ വലിച്ച് പിടിച്ചങ്ങ് തയ്ക്കരുത്. ചില തുണികൾ വലിച്ചു കഴിഞ്ഞാൽ തയ്ച്ച് കഴിയുമ്പോൾ എന്തൊക്കെയോ ഒരു ഷേപ്പിലിരിക്കും കേട്ടോ. ഈ വെള്ളത്തുണി അതുപോലത്തെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴുത്തൊക്കെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ ഒരു 6 ഇഞ്ച് ഇറക്കത്തിൽ നമുക്കിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെച്ചാൽ ആ ഒരു ബോക്സ് ഉണ്ടായിരുന്നല്ലോ, അതും കൂടി നമുക്ക് അതിൻ്റെ നടുക്ക് കൂടി വെച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ 1/2 ഇഞ്ച് അപ്പുറവും ഇപ്പുറവും ആക്കിയിട്ട് 1 ഇഞ്ചിൽ ഒരു ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, സെൻറ്ററിൽ കൂടി തന്നെ. ഇനി നമുക്കതിൽ കൂടി ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, ആ 1 ഇഞ്ചിൻ്റെ ആ ബോക്സിൽ കൂടി അങ്ങ് തയ്ച്ച് കൊടുത്തു. അപ്പോൾ സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കൂടി അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചില വീഡിയോസ്
ഫോണിൻ്റെ ക്യാമറയിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ് അതൊന്നും കാണാണ്ട് വന്നത് കേട്ടോ. ചില സമയത്ത് ഞാൻ ശ്രദ്ധിക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം പിന്നെ നമുക്കിതിങ്ങനെ മടക്കി വെക്കാം. ഉണ്ടോ, 1 ഇഞ്ച് മതി അതിൻ്റെ രണ്ടിൻ്റെയും കൂടെയുള്ള ഗ്യാപ്പ്. മുറിച്ച് കഴിയുമ്പോൾ ഒരു സൈഡിൽ 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഞാൻ നൂല് നോക്കിയില്ലായിരുന്നു, നമ്മൾ വൈറ്റ് തുണി തയ്ച്ചപ്പോൾ നൂല് മാറ്റിയില്ല. അപ്പോൾ അത് അടിയിൽ വരുന്ന ഭാഗമായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഈ ഭാഗത്ത് നമ്മൾ തയ്ക്കുമ്പോൾ റെഡ് നൂലിട്ടു. അങ്ങനെ ഇത് മുകളിൽ വരുന്ന രീതിയിൽ നമ്മളിനി വെച്ച് തയ്ക്കുകയാണ്. ഇതും കൂടി വെച്ചതിന് ശേഷമാണ് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ കഴുത്ത് മറിച്ചടിക്കുന്നത്. അപ്പോൾ ഈ സിബ്ബല്ല, ബട്ടൺ വെക്കുന്നതിൻ്റെ അടിഭാഗം നമ്മളൊരു ചെറിയൊരു ബോക്സ് പോലൊന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ തുമ്പത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് സൂചി കുത്തി വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഉണ്ടോ അടിഭാഗത്തൊരു തുന്നൽ കൊടുക്കാം. പിന്നെയും ആ ഒരു ചതുരത്തിൽ തന്നെ കൊണ്ടുവന്ന് അടിഭാഗത്ത് ചെറിയൊരു ബോക്സ് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ അവിടെ കുറച്ച് പീസുകൾ ഉണ്ടായിരുന്നല്ലോ തുണിയുടെ, അതൊക്കെ നല്ല രീതിയിലിരുന്ന് നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ കഴുത്തൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ബട്ടൺ വെക്കുന്ന ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബട്ടൺ വെക്കുന്നതെന്നൊക്കെ നാളെ കാണിച്ചു തരാം. അതും കൂടി ഇതിലോട്ടൊക്കെ ചേർത്താൽ ഒത്തിരി ലെങ്ത്തായി പോവും. ഇനി നമുക്ക് ക്രോസ് പീസും കൂടി വെച്ചിട്ട് അടിക്കുന്ന മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി വീഡിയോ ലെങ്ത്തായി പോവും. അപ്പോൾ ആ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കഴുത്തിൻ്റെ ഈ ഭാഗത്തും കൂടി അങ്ങ് വെച്ചിട്ട് ക്രോസ് പീസ് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ബട്ടന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ച് സ്പേസ് നമ്മൾ കൊടുക്കണം. ഈ തുണി മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിൻ്റെ തൊട്ടരികിൽ തന്നെ വെച്ച് തയ്ച്ചായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് മടക്കി വെക്കാനായിട്ട് കുറച്ച് തുണിയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം തയ്ക്കാൻ. ഇത്തിരി തുണിയും കൂടി വിട്ടിട്ട് വേണം നമ്മുടെ അടുത്ത ഭാഗവും കൂടി ജോയിൻ ചെയ്ത് തയ്ച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ ഭാഗവും കൂടി ജോയിൻ ചെയ്ത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉൾഭാഗമൊക്കെ സ്റ്റിച്ചിലൊന്നും മുട്ടാതെ കത്രികക്ക് പയ്യെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നല്ല രീതിയിലൊന്ന് അമർത്തിയിട്ട് ഇനി നമുക്ക് പതിച്ചങ്ങ് അടിച്ചു കൊടുക്കാം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ഭാഗം ഏകദേശം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യേണ്ടത് നൂല് മാറ്റണം കേട്ടോ. നൂല് മാറ്റി ഇനി ഇതിൻ്റെ മീതെ വെള്ള കളറിൽ നൂല് വെച്ചാലേ ആ ഒരു തയ്യലിന് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അടിയിലത്തെ ബോബിനിലെ നൂലും മുകളിലത്തെ നൂലും നമ്മൾ മാറ്റി വെള്ള ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു റെഡ് കളറൊന്നും പുറത്തോട്ട് കാണാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് പതിച്ചടിക്കുമ്പോൾ ആ ഒരു മുറിച്ച ഭാഗത്തൊക്കെ നമ്മൾ പീസുകൾ മടക്കി വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ വർക്ക് വരുന്നത്. ഇതിലെന്തെങ്കിലും എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ബാക്കിയുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകെ ഇടാം ഇതിൻ്റെ തന്നെ, അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത്തായി പോകും. ഇനി നമുക്ക് സ്ലീവ് വെക്കണം, ബാക്കി ഫ്രില്ല് വെക്കണം, ബാക്കിൽ കെട്ട് വെക്കണം, അത്രയൊക്കെ ഉള്ളൂ ഇന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബാക്കിയുള്ള വീഡിയോ പുറകെ വരുന്നുണ്ട്. ബൈ.